ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മാർഷൽ എപ്പിസോഡ് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ എപ്പിസോഡ് വേറെ ലെവൽ എപ്പിസോഡാണ്. പക്ഷേ കുറച്ച് സീനൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ലോജിക് ഒന്ന് മറക്കുന്നത് നല്ലതായിരിക്കും, കാരണം ഇതൊരു മാജിക് അനിമയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഏറ്റവും മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തോ കോവിലിൽ ഉത്സവം നടക്കുകയാണ്. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നവരെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഉത്സവത്തിന്റെ പാട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് ഇടാൻ ചാൻസ് കൂടുതലാണ്. അത് അവർ ഇടുന്നതാണെങ്കിൽ സിനിമയിലത്തെ പാട്ടുകളാണ്. ഇടയ്ക്ക് പാട്ട് നിർത്തും, ഇടയ്ക്ക് പാട്ടിടും. അതാണ് ഇവിടുത്തെ കുഴപ്പം. എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് ഒരു സബ് കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗാക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. മാഷലും അവർ ഒപ്പോണന്റ് ആയിട്ടുണ്ടായിരുന്ന മാഗെ ലോപ്പസിലെ മെമ്പേഴ്സിനെ ഡിഫീറ്റ് ചെയ്തു. ഇനി ബാരറ്റും ഫിന്നും ബാക്കി രണ്ട് മാഗെ ലോപ്പസിലെ മെമ്പേഴ്സും. അതിനുശേഷം ഒരാളെ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ മാച്ചിൽ പൊളിച്ച ഡോറിന്റെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുകയാണ് അയാൾ. പക്ഷേ ആ ഡോർ വീണ്ടും അവിടെ ഉണ്ട്, കാരണം ഒരു മാജിക് ഡോർ ആയതുകൊണ്ടായിരിക്കും. അവിടെ അയാൾ വന്നിട്ട് ഡിസ്ക്ലോസ് എന്ന സ്പെല്ല് ഉപയോഗിച്ചിട്ട് ആ ഡോർ തുറക്കുകയാണ്. ഇവൻ ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അത് അവൻ പറയുന്നു. അവൻ ആ ഡോർ തുറന്നിട്ട് സിമ്പിളായിട്ട് നടന്നു പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന ഫിന്നിനെയും ബാരറ്റിനെയും. കൂടെ നിന്ന് അവൻ പറയാണ് രണ്ടുപേരും സിംഗിൾ ലൈനേഴ്സ് ആണ്, നിന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അവനവിടെ പോയതിനു ശേഷം അവൾ അവരുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയാണ്, ഞാൻ ക്യൂട്ടല്ലേ, പറയൂ ഞാൻ ക്യൂട്ടല്ലേ എന്ന് പറഞ്ഞ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും. ഈ പെണ്ണിന് എന്താ പ്രാന്താണെന്ന് ബാരറ്റ് ആലോചിക്കുകയാണ്. എന്നിട്ട് അവൾ നിർത്തുന്നില്ല, വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ ക്യൂട്ടല്ലേ, പറയൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ ടൈപ്പ് പെണ്ണുങ്ങൾ ഇഷ്ടമാണ്, പക്ഷേ സോറി എനിക്ക് വേറെ പെണ്ണിനാണ് ഇഷ്ടം, അവളെ പേര് ലെമൺ എന്നാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കണോ എന്ന് ബാരറ്റ് പറയാണ്. ഓ നിനക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പം നീ ആ പെണ്ണായിരിക്കുമല്ലോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത്, എന്നാ നീ ചത്തുപോക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ അറ്റാക്ക് ചെയ്യാണ് ബാരറ്റിനെ. ഡബിൾ ലൈനർ ആയതുകൊണ്ട് തന്നെ ബാരറ്റിന് അവളുടെ അറ്റാക്ക് താങ്ങുന്നില്ല. ബാരറ്റിന്റെ ദേഹത്ത് കുറച്ച് മുറിവൊക്കെ വരുത്തുന്നുണ്ട് അവൾ. ഈ ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളും ജനിക്കുമ്പോഴേ പ്രിൻസസ് ആണ്, നിനക്ക് എന്താടാ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ കുഴപ്പം, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയണം. നിനക്ക് ഇനി എന്നെ പോലത്തെ ക്യൂട്ടായിട്ടുള്ള പെണ്ണിന്റെ പ്രപ്പോസൽ കിട്ടുമോ ചോദിക്കുകയാണ് അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബാരറ്റിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നെ കല്യാണം കഴിക്കുമോ, എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല പറ്റൂല, പക്ഷെ എന്താ ദൈവമേ ഞാൻ ഈ ടൈപ്പ് പെണ്ണുങ്ങളെടുത്ത് വീഴുന്നതെന്ന് ബാരറ്റ് അവന്റെ മനസ്സിൽ പറയാണ്. ഹേ ഗേൾ ഒന്ന് ശ്രദ്ധിക്ക്, എനിക്ക് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാലേ പറ്റുള്ളൂ, അവളെ പേര് ലെമൺ ആണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവൾ അറ്റാക്ക് ചെയ്യണം അവനെ. ഇതല്ലേടാ നീ കുറച്ചു നേരത്തെ പറഞ്ഞെന്ന് ഫിന്നെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവള് പറയാണ്, എന്നെ റെസ്പെക്ട് ചെയ്യാത്ത ആണുങ്ങളെ അപ്പൊ തന്നെ കൊന്നുകളയാണ് എന്റെ അച്ഛൻ പറഞ്ഞത്. അപ്പൊ ബാരറ്റ് പറയാം, എന്നാ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ ഞാൻ നിന്നെ കൊല്ലും എന്നും പറഞ്ഞ ബാരറ്റ് അവൾക്കെതിരെയുള്ള അറ്റാക്ക് അവൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവൾ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്തപ്പോൾ തന്നെ അവിടെ മൊത്തം പുക കൊണ്ട് നിറയുകയാണ്. ഈ ഒരു തക്കം നോക്കി ബാരറ്റ് അവളുടെ വാൻഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് മനസ്സിലാക്കി അവള് ചുറ്റിനും അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ബാരറ്റ് അവിടെ തളർന്ന് വീഴുകയാണ് അറ്റാക്ക് കൊണ്ട്. നേരത്തെ ഒരുത്തം പോയില്ലേ, അവന്റെ മെയിൻ എബിലിറ്റി എന്താണെന്ന് അറിയാവോ, അവൻ എല്ലാവരെയും കല്ലാക്കി മാറ്റാൻ പറ്റും. മറ്റേ മഷ്റൂം ഹെഡിനെ കല്ലാക്കി മാറ്റാൻ അവൻ പോയി 30 മിനിറ്റ്സ്. അതിന്റെ അകത്ത് അവൻ കല്ലാവും. അതിനുള്ളിൽ നീ നിന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നീ അവനെ രക്ഷപ്പെടുത്തണം, അല്ല നിനക്ക് മാജിക് ഇല്ലല്ലോ എന്ന് അവൾ പറയുകയാണ്. എന്നും പറഞ്ഞ് അവളെ ടൊർണേഡോ അറ്റാക്ക് വീണ്ടും ബാരറ്റിൽ യൂസ് ചെയ്യുകയാണ്. ആ മഷ്റൂം ഹെഡ് എന്തായാലും കല്ലാവനാ പോകുന്നത്. എന്നിട്ടാണ് അവൻ ലോർഡ് ഏബിളിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. നിന്നെ പോലെ എതിരാളിന് സ്ട്രെങ്ത് അറിയാതെ അവൻ കയറി ചെന്ന് കയറി കൊടുക്കും. എന്നിട്ട് അവൻ എന്തായാലും ചാവും. ലോർഡ് ഏബിൾ അവനെ ചുമ്മാ വിടില്ലെന്ന് പറയാണ് അവൻ. എന്നും പറഞ്ഞ് അവൾ ചിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ മരിക്കും, അവളൊരു ഡബിൾ ലൈനർ ഞാൻ ഒരു സിംഗിൾ ലൈനർ എന്ന് ബാരറ്റ് അവന്റെ മനസ്സിലാലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ബാരറ്റിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ചെറുപ്പത്തിലത്തെ. ഓ പുതിയ ഡ്രോം നീ വാങ്ങിച്ചോ, ഇന്നാ എന്റെ ഡ്രോം ഇത് പിടിച്ചിട്ട് ആ പുതിയ ഡ്രോം തരാൻ പറയുകയാണ്. അപ്പൊ ബാരറ്റ് പറയണം, പക്ഷേ ഇത് പുതിയ ഡ്രോം അല്ലേ, ഇതെന്തിനാ നിങ്ങൾക്ക് ഞാൻ തരാൻ പറ്റും, ഇതെന്റെ സാധനമല്ലേ എന്ന് അവൻ പറയാം. എന്നും പറഞ്ഞ അവൻ ആ ഡ്രോം അവന്റെ പിടിച്ച് വാങ്ങിച്ചിട്ട് പഴയ ഡ്രോം ബാരറ്റിന്റെ കൊടുക്കുകയാണ്. അവിടെ എക്സ്പ്ലോഷൻ നടക്കുകയാണ്. അപ്പൊ തന്നെ ആ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അറ്റാക്ക് ചെയ്ത വേറെ ആരുമല്ല ബാരറ്റിന്റെ ചേച്ചിയാണ്. ഒന്നും മിണ്ടാതെ കൊടുക്കുന്നതിനെ കാട്ടി നല്ലതല്ലേ ഒന്ന് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരാൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു പുതിയ പ്രശ്നത്തിൽ തുടക്കമാവില്ല എന്ന് പറയാണ് അവൻ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നാൾ നിനക്കൊരു ഫ്രണ്ടിനെ അവൻ നിനക്കൊണ്ട് ഹെൽപ്പ് ചെയ്യും, നിനക്കൊണ്ട് ഫൈറ്റ് ചെയ്യും, നിനക്കൊണ്ട് പ്രശ്നങ്ങളൊക്കെ അവൻ സോൾവ് ചെയ്യും. ഒരു ഫ്രണ്ട് നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ ഒരിക്കലും ആ ഫ്രണ്ടിനെ നഷ്ടപ്പെടുത്താൻ പാടില്ലെന്ന് അവന്റെ അനിയത്തി പറയുക. അപ്പൊ ബാരറ്റിന്റെ മനസ്സിൽ സെൽവയും പിന്നെ മറ്റേ അവളും വരികയാണ്. അപ്പം ബാരറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യും, ബാരറ്റിന് വേണ്ടി ദേഷ്യപ്പെടുകയും ചെയ്ത മാഷലാണ്. അവൻ എന്റെ ഒറിജിനൽ ഫ്രണ്ട് ആണോ എന്ന് അവൻ ആലോചിക്കുകയാണ്. അവൻ കഴിഞ്ഞ് അടുത്ത നീ എന്നും പറഞ്ഞ് അവള് ഫിനിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ബാരറ്റ് അവളുടെ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്തിട്ട് അവനോട് ഒന്ന് നിൽക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം ബാരറ്റിന്റെ മുഖത്ത് നല്ല ചേഞ്ച് ഉണ്ട്. എന്റെ ഫ്രണ്ട്സിന് തൊട്ട, അതിപ്പോ തൊട്ടവളായാലും തൊട്ടവനായാലും അവനെ ഞാൻ കൊന്നിരിക്കും എന്ന് ബാരറ്റ് പറയാണ്. ലൂഫിക്ക് ഗിയർ ഷിഫ്റ്റ് ഉള്ള പോലെ നറൂട്ടോയ്ക്ക് ബ്രയോൻ മോഡ് ഉള്ളത് പോലെ ബാരറ്റിന്റെ ഒരു എക്സ്ട്രീം പവറാണിത്. ഇവൻ എന്നെ മാജിക്കും തകർത്തിയുടെ വീണ്ടും വന്നു എന്നും പറഞ്ഞിട്ട് അവള് വീണ്ടും ടൊർണേഡോ അറ്റാക്ക് അവന്റെ നേരെ ഉപയോഗിക്കുകയാണ്. ഇപ്രാവശ്യം ബാരറ്റിന്റെ അറ്റാക്ക് വന്നിട്ട് അവൾ അറ്റാക്കിനെ അബ്സോർവ് ചെയ്യുകയാണ്. അപ്പോഴാണ് അവള് ബാരറ്റിന്റെ മുഖത്തുള്ള ആ ഒരു പ്ലസ് ആയിട്ടുള്ള ചിഹ്നം കാണുന്നത്. ഓ എനിക്ക് ആ മാർക്ക് അറിയാം, ഈ മാർക്കോട് ജനിക്കുന്ന പിള്ളേരൊക്കെ ഡീമൺസിനെ കാട്ടി പവർഫുൾ ആയി. ഈ മാർക്കുള്ള ആൾക്ക് മാർക്ക് ഹോൾഡറിനെ അധികം സിമ്പിൾ ആയിട്ട് കൊല്ലാൻ പറ്റില്ല, ഭയങ്കര ടാസ്ക് ആണ്, ഭയങ്കര റിസ്ക് ആണെന്ന് പറയാം അവളെ മനസ്സിൽ പറയാം. അപ്പൊ ബാരറ്റ്
എന്റെ ഫ്രണ്ട്സിനെ തൊട്ടാനാ ചുമ്മായിരിക്കോ എന്നും പറഞ്ഞിട്ട് അവൻ അവൾ അറ്റാക്ക് ചെയ്യാൻ പോകുകയാണ്. ഏരിയ മൊത്തം ബാരറ്റിന്റെ മാജിക് ആയിട്ടുള്ള എക്സ്പ്ലോഷൻ കൊണ്ട് നിറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ് ഇനിയും 30 മിനിറ്റ്സ് ഉണ്ട്, അതിനുള്ളിൽ ഞാൻ മറ്റേ കല്ലായിട്ടുള്ള അവനെയും കൊല്ലും, പിന്നെ നിന്നെയും കൊല്ലും. എന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഏരിയ മൊത്തം എക്സ്പ്ലോഷൻ കൊണ്ട് നിറയുകയാണ്. ആ എക്സ്പ്ലോഷന്റെ പുകയില മറിഞ്ഞുമ്പോഴാണ് മനസ്സിലാവുന്നത് ബാരറ്റ് അവൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. പൊതുവെ ഞാൻ പെണ്ണുങ്ങൾ അറ്റാക്ക് ചെയ്യാറില്ല, എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ നീ ഇവിടെ നോടി പൊക്കോ എന്ന് പറയാണ് ബാരറ്റ്. അവളാണെങ്കിൽ ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോ ഫിന്ന് പറയാണ് ഓ ഒറ്റയ്ക്ക് നീ അവളെ തോപ്പിച്ചല്ലോ. അപ്പോഴാണ് ഫിന്നിന്റെ പിറകെ കൂടെ ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ ബാരറ്റ് ഒന്ന് ആ അറ്റാക്ക് അവൻ കൊള്ളുന്നുണ്ട് ഫിന്നിനെ രക്ഷിച്ചിട്ട്. ഞാൻ കാരണം നിനക്ക് അറ്റാക്ക് ഒന്ന് സോറി എന്ന് ഫിന്ന് പറയാണ്. അപ്പോഴാണ് നേരത്തെ ഇവളെ വിട്ടിട്ട് പോയ മൈലോ എന്ന് പറഞ്ഞവൻ വരുന്നത്. അവന്റെ പേരാണ് മൈലോ. നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പാടില്ലായിരുന്നു, ഇതിനാ നേരത്തെ എക്സ്പെക്ട് ചെയ്തതാണെന്ന് മൈലോ പറയാണ്. മാഷലിനെ അറ്റാക്ക് ചെയ്തവൻ തിരിച്ചു വന്നു. ഇവൻ എന്താ പെട്ടെന്ന് ഒന്നേ ബാരറ്റ് ആലോചിക്കുകയാണ്. ഇവനെ പോലത്തുള്ളവന്മാരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നും പറഞ്ഞ മൈലോ അവന്റെ ഹാൻഡ് സ്റ്റോൺ അറ്റാക്ക് ബാരറ്റിന്റെ അടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. ബാരറ്റിന്റെ ഫുൾ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ബാരറ്റിന്റെ ഡിമണ്ട് ഫോമും ഒക്കെ ഇപ്പൊ ബാരറ്റിൽ നിന്നും പോയി നിൽക്കുകയാണ്. ബാരറ്റ് ഇപ്പൊ എന്ത് ചെയ്യുമ്പോൾ ആലോചിക്കുകയാണ്. അപ്പൊ സൈഡിൽ നിന്ന് അവൾ ആലോചിക്കുകയാണ് മൈലോ ഒരു എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് ആണ്, എന്തായാലും ഇവനെ തോപ്പിച്ചിരിക്കും എന്നും പറഞ്ഞ അവൾ ആലോചിക്കുകയാണ്. അങ്ങനെ മൈലോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എവിടുന്ന് സ്പീഡിൽ ഒരു ബ്ലേഡ് വന്നിട്ട് അവന്റെ ദേഹത്തോടെ കുത്തി ഇറങ്ങി കൂടെ പോകുന്നു. അപ്പൊ തന്നെ മൈലോന്റെ കാര്യം ഒരു തീരുമാനമാവുകയാണ്. എന്റെ മാജിക്കിനെ ബ്ലോക്ക് ചെയ്ത് അവന്റെ മാജിക് കൊണ്ട് തോപ്പിച്ചോ, ഇവൻ ആരാ എന്നും പറഞ്ഞ് അവൻ നോക്കുകയാണ് മൈലോ. എന്നും പറഞ്ഞ് മൈലോ നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവിടെ വന്നേക്കുന്നത് ഈ വർഷത്തെ ഡിവൈൻ മിഷണറി ആയിട്ടുള്ള റെയിൻ എയിംസ് ആണ്. ഇവനെയാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തൊട്ടേ മെൻഷൻ ചെയ്തത്, മറ്റേ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്ന റെയിൻ എയിംസ്. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ വലുതായിട്ടൊന്നും നടന്നില്ല, നീ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞ് അവൻ പേടിക്കുകയാണ് മൈലോ. അപ്പോഴാണ് ബാരറ്റ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവനാണല്ലേ ഡിവൈൻ മിഷണറി, ഇവന്റെ ആറ്റ്ലർ ഡോമിലത്തെ സ്റ്റുഡന്റ് ആയിരുന്നോ എന്ന് ആലോചിക്കുകയാണ്. വെയിറ്റ് നമ്മൾ രണ്ടുപേരും വന്നതിൽ എന്തെങ്കിലുമൊക്കെ കാരണം കാണും, ഫസ്റ്റ് ഞാൻ പറയുന്ന കേൾക്കുന്ന മൈലോ പറയുകയാണ്. ആ ഒരു മൈന്യൂട്ട് സമയം കൊണ്ട് തന്നെ എയിംസിന്റെ പിറകിൽ അവന്റെ സ്റ്റോൺ അറ്റാക്ക് യൂസ് ചെയ്യുകയാണ്. പക്ഷേ എയിംസ് അവന്റെ ബ്ലേഡ് കൊണ്ട് ആ സ്റ്റോൺ അറ്റാക്കിന്റെ സിമ്പിളായിട്ട് പൊട്ടിക്കുകയാണ്. എന്റെ ടൈമിനൊന്നും വേസ്റ്റ് ചെയ്യാതെ എന്നും പറഞ്ഞ് എയിംസ് അവിടെ മൊത്തം സ്വാമേക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ചേർത്ത് മൈലോക്ക് നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ബാരറ്റ് മനസ്സാലോചിക്കുകയാണ് ഇതാണല്ലേ ഒരു ഡിവൈൻ മിഷണറിന്റെ അറ്റാക്ക് പവർ. അപ്പോഴാണെങ്കിൽ അവള് പറയാണ് ഇതിലൊന്നും എനിക്കൊരു ബന്ധമില്ല, അവരായിരുന്നു എനിക്ക് അവരോടൊന്ന് പറഞ്ഞ നൈസർ അവിടെ നിന്ന് പോകാൻ നോക്കിയാണ്. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കാട്ടി ഭയങ്കര സ്ട്രോങ്ങർ ആണ്, ഇനി അവ എന്തായാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോഴാണ് എയിംസ് എന്നെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോഴാണെങ്കിൽ എയിംസ് പറയാണ് നീ ഇനി ഒന്നും മിണ്ടണ്ട, നീ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാണ്, വെറുതെ വേസ്റ്റ് ചെയ്യണം എന്നും മൈലോ അവനെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ കാലും വെച്ചിട്ട്. അപ്പോഴാണെങ്കിൽ ബാരറ്റ് അവനെ മനസ്സാലോചിക്കുകയാണ് ഇവൻ ആറ്റ്ലറി ഉള്ളവനല്ലേ, അപ്പൊ ഇവൻ നമ്മളെ സൈഡ് ആയിരിക്കില്ല എന്ന് ആലോചിക്കുകയാണ്. ആറ്റ്ലസ് ഇവിടെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ റൂമിൽ പോകാൻ വേണ്ടി എയിംസ് പറയാണ്. ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ഫിന്ന് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് അരമണിക്കൂറിന് ശേഷം എയിംസ് നടന്നു പോകുന്നതാണ്. ഹെഡ് മാസ്റ്റർ പറഞ്ഞ ക്രിമിനല് അവൻ ഇവിടെ എവിടെയെങ്കിലും നടപ്പുണ്ടായിരിക്കും, മിക്കവാറും മറ്റുള്ള സ്റ്റുഡൻസിന്റെ പവർ അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് പിടിച്ചാലേ എങ്കിൽ അത് ഇവിടെയുള്ള സ്റ്റുഡൻസിന് കുഴപ്പമാണെന്ന് പറയാണ് എയിംസ്. ആ സമയത്താണ് മാസിൽ ക്രീം പഫും കഴിച്ചുകൊണ്ട് എയിംസിനെ പിറകെ വരുന്നത്. ഇനി ഇവനാണോ ആ ക്രിമിനൽ എന്ന് എയിംസ് സംശയിക്കുകയാണ്. ഹേയ് 1 മിനിറ്റ്, നിന്റെ മാജിക് ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഈ സ്പൈഡർ നിന്റെ മാജിക് മെഷർ ചെയ്യും, എന്നിട്ട് നീ നോർമൽ സ്റ്റുഡന്റ് ആണോ അതോ ഇവിടുത്തെ ക്രിമിനൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ് എയിംസ്. നീ ഒരു ഓർഡിനറി സ്റ്റുഡന്റ് ആണെങ്കിൽ മാസ്റ്റർ എയിംസ് നിന്നെ വെറുതെ ഇവിടെ നിന്ന് പറയാണ് ആ സ്പൈഡർ. പെട്ടെന്ന് സ്പീഡിൽ എയിംസ് അവന്റെ സ്വോർഡ് അറ്റാക്ക് മാഷിൽ ഉപയോഗിക്കുകയാണ്. മാഷിൽ അവന്റെ കൈ കൊണ്ട് തന്നെ ആ സ്വോർഡിനെ പിടിച്ച് നിർത്തുകയാണ്. ഹേയ് പതിയെ, ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്ന് മാഷിൽ പറയാണ്. അങ്ങനെ ആ സ്പൈഡർ മാഷിലെ മാജിക് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ലാസ്റ്റ് റിസൾട്ട് എന്താന്ന് വെച്ചാൽ 0 ആണ്. സിസ്റ്റത്തിലെ വല്ല ബഗ് എററും ആയിരിക്കും എന്ന് ആ സ്പൈഡർ പറയാണ്. ആ കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് എയിംസ് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ സോഡ് വെച്ചിട്ട് മാഷിലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ ചില സോഡൊക്കെ മാഷിന്റെ ദേഹത്ത് കൊള്ളുന്ന പോലെ കാണിച്ചിട്ട് പിന്നെയാണ് കാണിക്കുന്നത് മാഷിൽ ആ സോഡ് കൊണ്ട് കസേരയാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇപ്പോഴും മാജിക് 0 ആണെന്ന് എയിംസ് മനസ്സിലാക്കിയാണ്. അപ്പോ ഇവൻ ക്രിമിനൽ അല്ലേ എന്നും പറഞ്ഞ് എയിംസ് ലാസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്രാവശ്യം കുറച്ചും കൂടെ കൂടുതൽ സോഡ് വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴാണെങ്കിൽ മാഷിൽ എയിംസിന്റെ ഒരു സോഡ് എടുത്തിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുകയാണ്, ഇനി വരെ നമ്മൾ അറ്റാക്ക് എങ്ങനെ മാറ്റാന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം മാഷിൽ എയിംസിന്റെ സോഡ് വെച്ച് തന്നെ എയിംസിന്റെ അറ്റാക്കിനെ അവന്റെ സോഡ് വെച്ച് തന്നെ മാറ്റുകയാണ്, തട്ടി മാറ്റുകയാണ്. ഇപ്പോഴും മാജിക് 0 ആണെന്ന് ആ സ്പൈഡർ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ എയിംസ് മാഷിലിനോട് മാഷിലിന്റെ പേര് ചോദിക്കുകയാണ്. അപ്പൊ മാഷിൽ അവന്റെ പേര് പറയുകയാണ്. അപ്പോഴാണ് അവന്റെ അടുത്ത് ഹെഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം എയിംസ് ഓർക്കുന്നത്. എടാ, ഞാൻ ഈ വർഷം ഒരു യൂണിക് ആയിട്ടുള്ള സ്റ്റുഡന്റിനെ കണ്ടു, അവൻ ഒരു നല്ല ലക്ഷ്യം കീപ്പ് ചെയ്യുന്ന ഒരുത്തനാണ്, അതുപോലെ തന്നെ നല്ല മനസ്സും അവനുണ്ടെന്ന് പറയാൻ ഹെഡ് മാസ്റ്റർ. അവന്റെ പേരാണ് മാഷ് ബേണ്ടഡ് എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം അവൻ ഓർക്കുകയാണ്. ഞാൻ നിന്നെ ആളറിയാതെയാണ് അറ്റാക്ക് ചെയ്തത്, ഐ ആം സോറി എന്ന് എയിംസ് പറയുകയാണ്. ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്തതിന് സോറി, അതിന് പകരമായിട്ട് നീ ഈ മാജിക് കർച്ചീഫ് വെച്ചാൽ മതി, ഇത് ഹീൽ ചെയ്യുമെന്ന് പറയാം. അപ്പൊ മാഷില് ആ കർച്ചീഫിലുള്ള ബണ്ണിയെ ശ്രദ്ധിച്ചിട്ട് പറയാണ് നിനക്ക് ബണ്ണീനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ചോദിക്കുകയാണ് മാഷിൽ അവനോട്. അപ്പോഴാണെങ്കിൽ മാഷിലിനെ എയിംസ് തുറച്ച് നോക്കിയാണ്. അപ്പൊ മാഷിൽ പറയാണ് ഓക്കെ താങ്ക് യു എന്ന് പറയാണ്. നീ ഏബിളിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാനല്ലേ പോകുന്നത് എനിക്കറിയാമെന്ന് അവൻ പറയാണ്. അപ്പൊ മാഷിൽ ചോദിക്കുകയാണ് അത് തന്നെ നിനക്കറിയാം, അത് ഡിവൈൻ മിഷണറി ആവാൻ നോക്കുന്ന എല്ലാവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏബിളിനെ തോപ്പിക്കാൻ നോക്കും. പക്ഷേ ഏബിൾ അതിനെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല സിമ്പിൾ ആയിട്ട്. ഡിവൈൻ മിഷണറി കാൻഡിഡേറ്റ്സിൽ അവന്റെ പേരുണ്ട്, അതുകൊണ്ട് തന്നെ നീ അവനെ അറ്റാക്ക് ചെയ്ത് നീ ഡിവൈൻ മിഷണറി നോക്കണമെന്ന് പറയാണ് എയിംസ്. മറ്റുള്ള വിസാർഡ്സിനെ പോലെ അല്ല അവന്റെ മാജിക്, അവന്റെ ഡോൾ മാജിക് അവനെ ഭയങ്കര സ്ട്രോങ്ങർ ആക്കുമെന്ന് പറയാണ്. നിനക്ക്
മാജിക് യൂസ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് തന്നെ അവനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നോക്കി വേണം ഫൈറ്റ് ചെയ്യാൻ പറയാണ്. അപ്പോൾ മാച്ചിൽ പറയാണ് ഇല്ല എനിക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അവർ കള്ളം പറയുകയാണ്. എന്തായിക്കോട്ടെ, പക്ഷേ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഉള്ളത് അവന്റെ കയ്യിലാണ്. ആ കോയിൻസ് ഒക്കെ നീ എടുക്കുകയാണെങ്കിൽ നിനക്ക് മിഷണറി ആവാൻ പറ്റും. നിന്റെ പോലത്തെ നല്ല മനസ്സുള്ളവർ വേണം ബ്യൂറോ ഓഫ് മാജിക്കിൽ എന്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാന്ന് പറയണം. നിന്നെ കൊണ്ട് പറ്റില്ല, നീ ചാവൂന്ന് നിനക്ക് തോന്നി തുടങ്ങുമ്പോൾ പോലും നിന്റെ ബെസ്റ്റിൽ നീ ഫൈറ്റ് ചെയ്യണം, നീ അവനെ മാക്സിമം തോപ്പിക്കാൻ നോക്കണമെന്ന് എയിംസ് പറയുകയാണ് അവിടെ. അതിനുശേഷം എയിംസ് അവിടെ നിന്ന് പോവുകയാണ്. എയിംസ് തിരിച്ച് നടന്നു പോകുമ്പോഴാണ് അവന്റെ മനസ്സിൽ ഹെഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. മാക്സിൽ എപ്പോഴും അവന്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ നോക്കുന്നത്, ഈവൻ നിന്റെ ബ്രദറിനെ പോലെ അവനാണെന്ന് പറയാണ് ഹെഡ് മാസ്റ്റർ. ആ ഒരു ലുക്കും പേരിനോടുള്ള സാമ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഫിന്നാണ് ഇവന്റെ ബ്രദർ. നിനക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റൂല, അതെനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നീ ഒരു ഡിവൈൻ മിഷണറി ആവുമെന്നും എനിക്കറിയാം. എയിംസ് അവന്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ മാച്ചിലാണ് കാണിക്കുന്നത്. മാച്ചിൽ ഒരു ഡോറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ചോദിക്കുകയാണ് ഇത് പുഷാണോ പുള്ളയാണോ എന്നും പറഞ്ഞ് അവൻ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഒരു തള്ളുകയാണ് ആ ഡോറിനെ. പെട്ടെന്ന് ലെമണിനെ പറ്റിയുള്ള ഓർമ്മകൾ വരെയാണ്. അപ്പൊ തന്നെ മാച്ചിലെ കണ്ണൊക്കെ മാറിയിട്ട് ആ ഒരു ഡോറിനെ വലിച്ചിടിച്ച് പൊളിക്കുകയാണ്. അതിനകത്താണ് ലെമണും ലോ ഡേബിളും പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ ലോ ഡേബിൾ അവൻ്റെ അടുത്ത് പറയാണ് നിനക്ക് മര്യാദക്ക് ഡോറ് പൊളിക്കാതെ തുറന്നിട്ട് വരാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് മാഷിൽ. പിന്നെ അതിന്റെ അടുത്ത് ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡോറൊക്കെ തട്ടിയിട്ട് പതിയെ ചോദിച്ചിട്ട് കയറി വരാടാന്ന് പറയാണ് മാഷിൽ. അവിടെ വെച്ച് എപ്പിസോഡ് 10 എൻഡ് ആവുകയാണ്. വരുന്നവരും പോകുന്നവരും എല്ലാരും ആ ലോ ഡേബിളിനെ പൊക്കി പറയാണ് അവനെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മാഷില് ആരോടും വരെ ഫൈറ്റ് ചെയ്ത് തോറ്റിട്ടുമില്ല. അതുപോലെ തന്നെ ഇനി വെറും 2 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ മാഷിൽ മാജിക് ആൻഡ് മസിൽസിന്റെ സീസൺ 1 എൻഡ് ആവാൻ വേണ്ടി. അതുപോലെ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ചാനലിൽ 10 മിനിറ്റിൽ കൂടുതലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറെ എന്ന് പറയുമ്പോൾ 2 വർഷത്തിന് ശേഷം. എന്തായാലും അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യാൻ പാടില്ല. അടുത്ത എപ്പിസോഡിലാണ് മാഷിൽ വേഴ്സസ് ലോർഡ് ഏബിൾ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് യു ആലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.